ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ വൈതിരിങ്ങ തൊട്ട് കൂട്ടാൻ ഉണ്ടാക്കുക കേട്ടോ. നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക നമുക്കറിയില്ല. ഞാൻ ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കി കാണിച്ചു തരാം. നന്നെങ്കിലും അല്ലെങ്കിലും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അങ്ങനെ ഞാനിതാ നല്ലോണം 2-3 വെള്ളത്തിലൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കുറച്ച് നേരം. ഞാനിത് 4 ബാറാക്കി മുറിക്കട്ടെ. അങ്ങനെ ഇതാ നമ്മൾ ഇതൊക്കെ മുറിച്ച് ചെറുതൊക്കെ തട്ടോ പൈതിയാക്കിയിട്ട് തണ്ടൊക്കെ എടുത്തുക്കുന്നേ. അങ്ങനെ ഞാൻ വെക്കൽ. എന്നിട്ട് വലിയതൊക്കെ ഇതാ 4 ബാറാക്കിയിട്ടിരിക്കണം കേട്ടോ. വലിയത് 4 ബാറാക്കിയിട്ട് ചെറിയ കുഞ്ഞനൊക്കെ അതങ്ങനെ ചീന്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചീന്തിയിട്ട് ഇനി നമുക്കിത് ബാക്കിയുള്ള പണി നോക്കാം. മക്കളെ, ഞാനിതിലേക്കില്ലേ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് മുളകും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് പുളി ഒഴിച്ച് വെച്ചിരിക്കണേ. പുളിവെള്ളത്തിലപ്പം ഇരിക്കുന്നത് അതൊന്ന് മിക്സിയിലിട്ട് ആട്ടിയെടുക്കട്ടെ. തട്ടി വെച്ച് ചൂടായി. നമ്മളിത് അതിലേക്ക് ലേശം ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ടെടുത്ത് ഇതായി ലേശം കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. നടുവൊരു പൊന്തിക്കൊണ്ട നല്ലോണം ഒന്ന് പൊട്ടി വേവട്ടെ. അതിൻ്റെ ശേഷം ഇതാ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ഇട്ടെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ചുവന്ന് റെഡിയായി വരട്ടെ. എഴുതിയട്ടെ. എന്താ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ടെടുത്തിക്കണേ. ലേശം വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടെടുത്തിക്കണേ. അതും കൂടെ ഒന്ന് റെഡിയാകട്ടെ. റെഡിയായി കിട്ടട്ടോ. ലേശം പച്ചമണം ഒന്ന് മാറി കിട്ടട്ടെ. ഇത് അത്താഴത്തിനേക്കൊക്കെ തൊട്ട് താമരക്കാൻ്റെ കേട്ടോ. അത്താഴച്ചോറ് തിന്നണവർക്ക് കേട്ടോ. അത്താഴച്ചോറ് തിന്നുമ്പോൾ ചിലർക്ക് ഒരു ഇഷ്ടമില്ലായ്മക്കേടാണ്. കാരണം നമ്മളിവിടെ ഉണ്ടാകാൻ ഇഷ്ടമില്ലാത്തവർ. എൻ്റെ മാപ്പിള ചോറ് തിന്നൂല, എൻ്റെ മക്കൾ തിന്നൂല, ഞാനും എൻ്റെ 2 പേരക്കുട്ടികളും തിന്നുള്ളൂ ചോറ്. അതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കളി കളിക്കുന്നത്. ഇതിലിതാ ഒരു 3 പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വാടട്ടെ. ലേശം കരിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. കരിവേപ്പില ഒന്ന് വാടട്ടെ. നല്ല അടിപൊളി കറിയാണ്. ഞാൻ വെക്കണ കറിയൊക്കെ നിങ്ങളൊന്ന് അതുപോലെ ഉണ്ടാക്കി നോക്കി. ആദ്യത്തെ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം. നല്ല ഉഷാറായി വെക്കും. നമുക്ക് കഴുകി വെച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വൈതിരിഞ്ഞയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ വൈതിരിഞ്ഞാന്നാട്ടോ പറയുക. നിങ്ങൾക്ക് എന്താ പറയാമെന്നറിയില്ല. ഒക്കെ വലിയ കഷ്ണമാക്കിയിട്ട് ഇട്ടാട്ടോ. എനിക്ക് ചെറിയ കഷ്ണം ഇഷ്ടമില്ല. അപ്പോൾ ഇതിങ്ങനെ ഇതിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ചെറുങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ ഈ കാട്ടി തന്ന മസാലകളൊക്കെ ആട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മസാലയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുങ്ങനെ ഒന്ന് വാടി കിട്ടിയാൽ ഒന്ന് വാടട്ടെ. ഇതാ കണ്ടോ, അതൊക്കെ നല്ലോണം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ലോണം ഇളക്കിയതാണിത്. നമുക്കിതാ ഈ ആട്ടി കൊണ്ടുവന്ന മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്തിട്ടൊന്നും കൂടെ ഇത്തിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇത് ഉപ്പിൻ്റെ പൊടിയൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞതിലൊക്കെ ഇട്ടിട്ട് ആട്ടിയതാണിത്. ഇങ്ങനെ വെച്ചാൽ അടിപൊളിയാണ് മക്കളെ. എന്താ ടേസ്റ്റ് എന്നല്ല. പാകത്തിനുള്ള പുളിയൊക്കെ ഒഴിക്കണം കേട്ടോ. പുളി കുറഞ്ഞാലും പറ്റില്ല, കൂടിയാലും പറ്റില്ല. നല്ലോണം ഒന്ന് വെന്തിട്ടണം. നമ്മളെ മുത്തായം ചെയ്യുന്നതാ കോഴിക്കറി നമ്മളിതാ കഴിക്കാൻ പോവാണ്. അങ്ങനെതാ ഇത് എൻ്റെ ഒരിയാണ്. നമ്മൾ തിന്നാൻ പോവാണ്. ഡാഡി ഇതാ തിന്നുന്ന്. ഡാഡിനെ പിടിക്കുമ്പോൾ ഓനെ കൊടുക്കും. ഓനാണെച്ചാൽ ഒരു കൊയിലോത്ത് വരിക്കും. ഞാനേ ഇതാ നമ്മൾ പിട്ട് തിന്നാൻ പോകുന്നു. ഓക്കെ കേട്ടോ. നല്ലോണം തിളച്ചൊക്കെ വറ്റി വെന്ത് അമർന്നിട്ടുണ്ട്. ഈ കരിവേപ്പിലും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. തീ ഓഫാക്കുക. ഓക്കെ ഇതട്ടോ നമ്മളെ വൈതിരിഞ്ഞ വെച്ചതാണിത്. കണ്ടില്ലേ, ഇതാ വൈതിരിഞ്ഞ വെച്ചതാണ്.
വെക്കുന്നത്. ഇത് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. ചെറിയ കഷ്ണം കോഴി എടുത്തതാണ്. മോനിതാ തിന്നുന്നു, ഞാൻ മോനിതാ തിന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.